നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് സമൻസ് ഉടൻ അയക്കുമോ എന്ന ചോദ്യങ്ങൾക്കുത്തരം താൽക്കാലിക ആശ്വാസമാണ് ടി വീണയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു സമൻസ് അയക്കുന്ന വെള്ളിയാഴ്ച വരെ അറസ്റ്റ് എന്ന നടപടിയിലേക്ക് കടക്കരുതെന്ന കോടതി നിർദ്ദേശം നിർണായകമാണ്. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച വരെ വീണ വിജയൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയക്കില്ല. കൊച്ചിയിൽ ചേർന്ന ഇഡിയുടെ ഉന്നതതല യോഗത്തിലാണ് നിർണായക തീരുമാനം. ഇഡി അന്വേഷണത്തിന് സ്റ്റേ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കരിമണൽ കമ്പനിയായ CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി വെള്ളിയാഴ്ച വിധി പറയും. അതുവരെ സമൻസ് അയക്കേണ്ടതില്ല. ആ വിധി വന്നതിന് ശേഷം സമൻസ് മറ്റ് നടപടികളെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ തീരുമാനം. തിടുക്കപ്പെട്ട് സമൻസ് അയച്ച് നിയമക്കുരുക്ക് ഉണ്ടാക്കേണ്ടതില്ല എന്നാണ് ഇഡിയുടെ നിർണായകമായ തന്ത്രപരമായ കരുനീക്കം. ഹർജിയിൽ അന്തിമവിധി വെള്ളിയാഴ്ച വരും. അതുവരെ കടുത്ത നടപടികളിലേക്കോ അറസ്റ്റിലേക്കോ കടക്കരുതെന്ന് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ കോടതി നൽകിയ ഈ താൽക്കാലിക ആനുകൂല്യം ഹർജിക്കാരായ CMRL കമ്പനിക്ക് മാത്രമായിരുന്നു ബാധകം. വീണയെ സംബന്ധിച്ചത് ബാധകമല്ല. എങ്കിൽ പോലും ഇത്തരത്തിലൊരു നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. കേസിലെ പ്രധാന പ്രതിയായ വീണ വിജയൻ ഈ അപ്പീലിൽ കക്ഷിയല്ലാത്തതിനാൽ അവർക്കെതിരെ സമൻസ് അയക്കുന്നതിന് ഇഡിക്ക് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല. എന്തായാലും അത്തരത്തിൽ ഒരു സാധ്യതയുണ്ട്. വീണയെ ചോദ്യം ചെയ്തതിൽ മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും അത്തരത്തിൽ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കേണ്ട, എടുത്തു ചാടി ഒന്നും ചെയ്യേണ്ട, തിടുക്കപ്പെടേണ്ട എന്നൊരു തീരുമാനത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥരായിരിക്കുന്നത്. വെള്ളിയാഴ്ച കഴിഞ്ഞ് എന്താകും, ആ വിധി വരുന്നതോടെ എന്തായിരിക്കും സംഭവിക്കുക, ഇഡിയുടെ നിർണായക തീരുമാനം എന്താണ്, വിധി എന്താണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുക. എക്സാലോജി കമ്പനിയുടെ പേരിൽ യാതൊരുവിധ സേവനങ്ങളും നൽകാതെ കരിമണൽ കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ മാസപ്പടിയായി കൈപ്പറ്റിയെന്നതാണ് വീണ വിജയനെതിരായുള്ള പ്രധാന കേസ്. വിഷയത്തിൽ CMRL ഉദ്യോഗസ്ഥരെയും എക്സാലോജിയിലെ മുൻ ജീവനക്കാരെയും ഇഡി നേരത്തെ തന്നെ കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ദീർഘനേരം ചോദ്യം ചെയ്ത് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിരുന്നു. കോടതിയിൽ നിന്ന് തങ്ങൾക്ക് അനുകൂലമായ വിധി തന്നെ ഉണ്ടാകുമെന്ന ഉറച്ച വിലയിരുത്തലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അധികൃതർ. ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണത്തിന് പച്ചക്കൊടി കിട്ടുന്ന ആ നിമിഷം തന്നെ വീണ വിജയന് കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിച്ചു ഒഫീഷ്യൽ സമൻസ് കൈമാറുക എന്ന നീക്കമാണ് ഇഡി പ്ലാൻ ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിധി അനുകൂലമായാൽ വീണയ്ക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ടാകില്ല എന്നതും ശ്രദ്ധേയം. എന്തായാലും കഴിഞ്ഞ ആഴ്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിൽ ഇഡി ഉദ്യോഗസ്ഥർ നടത്തിയ മിന്നൽ റെയ്ഡ്, അതിനു പിന്നാലെ ഉണ്ടായ പ്രതിഷേധം, അതിനുശേഷം ഇഡി ഉദ്യോഗസ്ഥർ വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉണ്ടായ വലിയ രീതിയിലുള്ള ആക്രമണം, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും ഈ വിഷയം ഇതും ഒരു കേസായി മാറിയിരിക്കണം. മാസപ്പടി കേസ് അന്വേഷിക്കാനെത്തിയ ഇഡി ഉദ്യോഗസ്ഥർക്കെതിരെ പ്രവർത്തകർ ആക്രമണം നടത്തിയതും ഒരു കേസാണ്. അതിന്മേൽ SIT അന്വേഷണം നടക്കുകയാണ്. ഏതുവരെ എത്തിയ SIT അന്വേഷണം, SITയുടെ നിർണായക നീക്കങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ഗൂഢാലോചനയിലേക്കും SIT അന്വേഷണം നടത്തും. അതായത് പെട്ടെന്നുണ്ടായ ആക്രമണമാണ്. അതായത് ഒരു ദിവസം അപ്രതീക്ഷിതമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു, പ്രവർത്തകരെല്ലാം സംഘടിക്കുന്നു, വളരെ സമാധാനപരമായി പ്രതിഷേധം നടത്തുന്നു. അതിനിടയിലാണ് പ്രവർത്തകർ വെളിയിൽ ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത്. പക്ഷേ അതൊരു ഗൂഢാലോചന അതിന് പിന്നിലുണ്ട്. ഇത്തരത്തിൽ ആക്രമിക്കണമെന്ന നിർദ്ദേശം ഉയർന്ന നേതാക്കൾ നൽകി എന്നതടക്കമുള്ള ഒരു നിഗമനത്തിലാണ് നിലവിൽ കാര്യങ്ങളായിരിക്കുന്നത്. എന്തായാലും ഗൂഢാലോചനയിലേക്കും SIT അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല, ഈ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത പ്രതികളുണ്ട്. അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കും. അതായത് അവരെ വിളിച്ചത് ആരൊക്കെയാണ്, ആ ദിവസം വിളിച്ചത് ആരൊക്കെയാണ്, എന്തൊക്കെ മൊബൈൽ സന്ദേശങ്ങളാണ് അവർക്ക് കിട്ടിയത്, ഒരു മൊബൈൽ സന്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇവർ ആക്രമണം നടത്തിയത്, അതായത് ഏതെങ്കിലും മുതിർന്ന നേതാവ് അല്ലെങ്കിൽ ആരെങ്കിലും നൽകിയ നിർദ്ദേശം അനുസരിച്ചാണോ ആക്രമണം നടത്തിയത്, അതോ പെട്ടെന്നുണ്ടായ പ്രകോപനമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും ആക്രമണം നടത്തിയവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കും. അതിനുശേഷം മാത്രമേ ഇതൊരു നിർദ്ദേശം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണോ ആക്രമണം നടത്തിയതെന്ന കാര്യത്തിൽ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുകയുള്ളൂ. ഇവരുടെ മൊബൈൽ സന്ദേശങ്ങൾ വിശദമായി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് SIT. ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്ന കോളുകൾക്കും സന്ദേശങ്ങൾക്കും പിന്നിലുള്ളവരെ പിടികൂടും. അത്തരത്തിൽ ഏതെങ്കിലും നേതാക്കൾ നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ അവരും കുടുങ്ങുമെന്ന് തന്നെയാണ് ഈ അന്വേഷണത്തിൻ്റെ പോക്ക് കണ്ടിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കിയത് പ്രവർത്തകർ മാത്രമല്ല, ആക്രമിച്ചവർ മാത്രമല്ല, അതിന് പിന്നിലുള്ള നേതാക്കളെയും പ്രതി ചേർക്കണം, നേതാക്കളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നൊരാവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വച്ചിരുന്നു. ഇതിൽ നേതാക്കളെന്നോ പ്രവർത്തകരെന്നോ വ്യത്യാസമുണ്ടാകില്ല. അതായത് നിർദ്ദേശം നൽകിയവരും നിർദ്ദേശം കേട്ട് പ്രവർത്തിച്ചവരും കുടുങ്ങും. ഒരു വ്യത്യാസം ഉണ്ടാകാതെ തന്നെ നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് SIT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്.
എന്തായാലും CPM ആക്രമണവുമായി ബന്ധപ്പെട്ട കേസന്വേഷണം SIT ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രത്യേക അന്വേഷണ സംഘം കൊച്ചിയിലെത്തി ED ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്തു. പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നതിന് വേണ്ടിയുള്ള സെർച്ച് വാറന്റ് അടക്കമുള്ള രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ സനിത് റെഡ്ഡി അടക്കം 7 പേരുടെ മൊഴിയാണ് SIT എടുത്തത്. വീണയുടെ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മൊഴിയും എടുത്തു. ആക്രമണം ആസൂത്രിതമാണെന്നാണ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ED ഉദ്യോഗസ്ഥർ മൊഴി നൽകി. നിലവിൽ 26 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരെല്ലാം നേരിട്ട് അക്രമത്തിൽ പങ്കെടുത്തവർ. ദൃശ്യങ്ങളിൽ നിന്ന് മൊത്തം 46 പേരെ തിരിച്ചറിഞ്ഞു. ബാക്കിയുള്ളവരെയും പിടികൂടും. എന്തായാലും നിലവിൽ ഇപ്പോൾ താഴെത്തട്ടിലെ CPM പ്രവർത്തകർ മാത്രമാണ് പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളും MPമാരും MLAമാരും സ്ഥലത്തുണ്ടായിരുന്നുവെന്നും അക്രമത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ ഇവർക്കും പങ്കുണ്ട് എന്നുമുള്ള വാദമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുന്നത്. ഇപ്പോൾ അറസ്റ്റിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ വരുമ്പോൾ കക്ഷി ചേരാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആലോചന. ഇതിനു മുന്നോടിയായി അക്രമവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് അടക്കമുള്ള നടപടികൾ ED തുടങ്ങി. ഇപ്പോൾ ഉയരുന്ന ചോദ്യം പിണറായി വിജയൻ ED ആക്രമണ കേസിൽ പ്രതിയാകുമോ എന്നതാണ്. അദ്ദേഹം നിർദ്ദേശം നൽകിയിട്ടുണ്ടോ എന്നതടക്കമുള്ള ചോദ്യം. എന്തായാലും ED ആസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളിൽ നിന്നും ഇതാണ് വ്യക്തമാകുന്നത്. പശ്ചിമ ബംഗാളിലെ സന്ദേശ് ഗാലിയിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷെയ്ഖ് 2024 ജനുവരി 5-ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ED ആക്രമണ കേസിന് സമാനമാണ് പിണറായി വിജയന്റെ വീടിന് സമീപം നടന്ന ആക്രമണവും. ഈ കേസിൽ ഷാജഹാനെ ED പ്രതിയാക്കി ജയിലിലടച്ചു. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് കഴിഞ്ഞിറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട കേസിൽ സ്ഥലത്തുണ്ടായിരുന്ന CPMന്റെ മുതിർന്ന നേതാക്കളെ കൂടി പ്രതി ചേർക്കാൻ നീക്കം തുടങ്ങി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. അങ്ങനെ വന്നാൽ പ്രതി ചേർക്കാനുള്ള അനുമതി സ്വാഭാവികമായും കോടതി നൽകും. മാത്രമല്ല സ്ഥലത്തുണ്ടായിരുന്ന പിണറായി വിജയൻ അദ്ദേഹവും കൂടി പ്രതിയാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ആക്രമണത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ട പിണറായി ഒറ്റക്കെട്ടായി ഇത്തരം അനീതികളെ നേരിടണമെന്ന് ആഹ്വാനം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് നടത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും വാഹനങ്ങൾ തകർക്കുകയും ചെയ്ത കേസിൽ അറസ്റ്റിലായ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളുന്ന സാഹചര്യമുണ്ടായി. നിതിൻ രാജ്, മനോജ്, ജീവൻ, ശ്രീജിത്ത്, ഷഹീൻ എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് കോടതി തള്ളിയത്. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ടാനിയ മറിയം ജോസിൻ്റെതാണ് ഉത്തരവ്. ED പോലെ ഒരു അന്വേഷണ ഏജൻസിക്ക് നേരെയുണ്ടായ ആക്രമണം ഗൗരവമുള്ളതാണെന്ന നിരീക്ഷണത്തോടെയാണ് ജാമ്യം തള്ളിയത്. പ്രതികളെ അറസ്റ്റ് ചെയ്തത് ചട്ടങ്ങൾ പാലിച്ചില്ല. ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയപ്പോഴാണ് പ്രതിഷേധം നടന്നത്. അതുകൊണ്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെട്ടില്ല. സ്വകാര്യ വാഹനമായതുകൊണ്ട് പൊതുമുതൽ നശിപ്പിക്കപ്പെട്ടില്ല എന്നിവയായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. എന്നാൽ റെയ്ഡിനെത്തിയ ഉദ്യോഗസ്ഥർ രേഖകളുമായി മടങ്ങി ഓഫീസിൽ എത്തുമ്പോഴാണ് കൃത്യനിർവഹണം പൂർത്തിയാകുന്നതെന്നും രേഖകളുമായി മടങ്ങി ഉദ്യോഗസ്ഥരെയാണ് ആയുധങ്ങളുമായി ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചതെന്നും പ്രോസിക്യൂട്ടർ മനു കല്ലമ്പള്ളി കോടതിയെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് ഉപയോഗിച്ച വാഹനം പൊതുമുതലായാണ് നിയമത്തിൽ കണക്കാക്കുന്നതെന്നും പ്രോസിക്യൂട്ടർ കോടതിയെ ധരിപ്പിച്ചു.